ഹായ്, എൻ്റെ 24 വയസ്സിൻ്റെ ഇടയിൽ ആദ്യമായിട്ട് റമദാൻ മാസത്തിൽ ഞാൻ നോമ്പെടുക്കണത്. ഈശ്വരാ, കാവടി കളിച്ചാണല്ലോ പോണെന്നാണ് ഞാനിപ്പോൾ മനസ്സിലോർത്തത്. ഇത് നമ്മൾ ബസ്സിനാണ് പോയത്. രാവിലെ പൊതുവെ ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. ഇടയത്താഴം കഴിക്കാനൊന്നും എണീറ്റില്ല, സത്യം പറഞ്ഞാൽ ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നേനെ. എന്തെങ്കിലും മിഠായി പാപ്പ് കഴിക്കാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ. നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു മല പോലെ കാണുന്ന പോർഷനിൽ നമ്മുടെ മലയാറ്റൂർ മലയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നെയ്യത്തൊക്കെ വെച്ച് നോമ്പെടുത്തോണ്ടാണെന്ന് അറിയില്ല, പൊതുവെ ഒരു ദാഹം രാവിലെ വന്നില്ല. എന്നാലും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ആ നോമ്പ് തുറക്കുന്ന സമയം വരെ വെള്ളം പോലും ഇല്ലാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന്. അതുപോലെ എൻ്റെ ഷോപ്പിൽ ഒരു മനുഷ്യൻ പോലും വിചാരിച്ചില്ല ഞാൻ നോമ്പെടുക്കുന്നു. കാരണം എപ്പോഴും പപ്പം, മിഠായി, ഐസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിന്ന് ഞാൻ എപ്പോഴും ഫുൾ ടൈം തീറ്റയായതുകൊണ്ട്. പിന്നെ ബസ് വന്നു, നമ്മൾ ബസ്സിനാണ് പോയത്. കുറേ നാൾ കൂടിയാണ് ബസ്സിൽ. ഉച്ചയായപ്പോഴും നമ്മളിങ്ങനെ നിൽക്കുകയാണ് വല്ലയ്യ. പിന്നെ നോമ്പ് തുറക്കുന്ന ഒരു അരമണിക്കൂർ ബാക്കിയുള്ളപ്പോൾ നമ്മൾ കുറച്ച് ചെറിയൊരു നോമ്പ് തുറ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഷോപ്പിൽ. അപ്പോൾ ഓണേഴ്സും അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സും കൊളീഗ്സ് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇങ്ങനെ വർക്ക് ചെയ്യുന്ന നല്ല രസം. നമ്മൾ ചെറുതായിട്ടൊരു ഇതിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കണം. എനിക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കടും പച്ചവെള്ളം, ചുമന്ന വെള്ളം. നോമ്പ് തുറക്കുമ്പോൾ എല്ലാം 2 പ്ലേറ്റ് കഴിക്കണമെന്ന് വിചാരിച്ചാണ് ആയിരുന്നത്. ബിസ്മി ചൊല്ലി വെള്ളം കുടിച്ച് കുറച്ച് ഈന്തപ്പഴം തിന്നുമ്പോഴത്തേക്കും എൻ്റെ ദൈവമേ, എൻ്റെ വയറ് മൊത്തം നിറഞ്ഞു. ഇത്ര നേരം പട്ടിണിക്ക് വന്നിട്ട് എങ്ങനെയാണ് ഒരു ഗ്ലാസ് വെള്ളം ഈന്തപ്പഴം കഴിച്ച് വയറ് നിറഞ്ഞത് മാത്രമേ എനിക്ക് അറിയാണ്ടിരുന്നത്. ഞാൻ പറയണത് നമ്മളെല്ലാവരും ഒരു ദിവസമെങ്കിലും ഫാസ്റ്റിങ് ചെയ്യണമെന്നാണ്. കാരണം നമുക്ക് നമ്മുടെ ബോഡി എങ്ങനെയാണ് വെള്ളം പോലും ഇല്ലാണ്ട് സർവൈവ് ചെയ്യണം, അല്ലെങ്കിൽ ആ കപ്പാസിറ്റി നമുക്കറിയാൻ പറ്റും. എന്നാലും എളുപ്പമല്ലാട്ടോ ഇജാതി ഓരോരോ പരിപാടികൾ. ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു. ഞങ്ങളുടെ ഷോപ്പിലെ സ്റ്റാഫ്സ് എല്ലാവരും കൂടെ നടത്തുന്ന 2ാമത്തെ നോമ്പ് തുറയാണിത്. ഇനി 17 തലേന്നൊരു നോമ്പ് തുറയുണ്ട്. പക്ഷേ ആ നോമ്പ് തുറക്ക് നോമ്പ് പിടിക്കാൻ നമ്മളില്ല, നമ്മളെ കൊണ്ട് ഒക്കില്ല. നോമ്പ് തുറ അത്രേ ഉള്ളൂ. ബൈ.